എൻ്റെ കയ്യിൽ ഒരു ടിക്കറ്റ് മാത്രമല്ല, വർഷങ്ങളായി മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു സ്വപ്നവുമുണ്ട്. മുന്നിൽ എന്താണ് കാത്തിരിക്കുന്നത് എന്നറിയില്ല. പുതിയ രാജ്യങ്ങൾ, പുതിയ വിമാനത്താവളങ്ങൾ, അന്യമായ രാത്രികൾ, ചിലപ്പോൾ ഭയം, ചിലപ്പോൾ അത്ഭുതം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ലോകത്തിൻ്റെ അറ്റത്തേക്കുള്ള ഈ സോളോ യാത്ര ഇനി പിന്നോട്ടില്ല. അപ്പോൾ വരൂ, ചേരൂ എൻ്റെ അന്റാർട്ടിക്ക യാത്രയുടെ രണ്ടാം ഭാഗത്തേക്ക്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കവിരാജ്, അമ്പലപ്പുഴയിൽ നിന്നും. എൻ്റെ അന്റാർട്ടിക്ക സോളോ യാത്രയുടെ രണ്ടാം ഭാഗം. ആഫ്രിക്കൻ ഭൂഖണ്ഡം കടന്നുള്ള ഈ സുദീർഘമായ യാത്രയിൽ പോർച്ചുഗീസ് സംസ്കാരത്തിൻ്റെ ഈറ്റില്ലമായ ബ്രസീലിലെ സാവോ പോളോ എയർപോർട്ടിലേക്കുള്ള ഈ ലാൻഡിംഗ് അതിമനോഹരമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നായ സാവോ പോളോയുടെ ആഴവും പരിപ്പവും ആരെയും അതിശയിപ്പിക്കുന്നതാണ്. സാവോ പോളോ വിമാനത്താവളത്തിൽ ഈ ചെറു ട്രാൻസിറ്റ് സമയത്ത് നടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അപ്രതീക്ഷിതമായി പഴയ ചില ഓർമ്മകൾ ഓടിയെത്തി. വിമാനത്തിന് ചുറ്റും ആളുകൾ അതിവേഗത്തിൽ ജോലി ചെയ്യുകയാണ്. ഒരു വശത്ത് റീഫ്യൂലിംഗ് നടക്കുന്നു, മറ്റൊരു വശത്ത് ക്ലീനിംഗ് ടീം ക്യാബിനുള്ളിൽ തിരക്കിലാണ്. ഓരോരുത്തരും സ്വന്തം ജോലി കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു നിമിഷം കളയാതെ. ഇത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞുപോയി. 1979 സൗദി അറേബ്യയിൽ ഇതുപോലൊരു കഠിന പ്രയത്നത്തിൻ്റെ ജോലിയോടെയാണ് ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. അന്ന് സ്വപ്നങ്ങൾ ചെറുതായിരുന്നു, പക്ഷേ ഇന്ന് മനസ്സ് നിറയെ വലിയ പ്രതീക്ഷകൾ നിറഞ്ഞിരിക്കുന്നു. ഇന്ന് വർഷങ്ങൾക്കിപ്പുറം ലോകത്തിൻ്റെ അറ്റത്തേക്കുള്ള ഒരു യാത്രയിൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ആ പഴയ ദിവസങ്ങൾ വീണ്ടും മനസ്സിൽ തെളിഞ്ഞു വരുന്നു. ജീവിതം എത്ര ദൂരം മുന്നോട്ടും പോയി എന്നൊരു വിസ്മയവും തോന്നുന്നു. സാവോ പോളോയിലെ ആ ചെറിയ ഇടവേളയും അവസാനിച്ചു. രാത്രി 1 മണിയോടെ വിമാനം വീണ്ടും റൺവേയിൽ പതുക്കെ നീങ്ങാൻ തുടങ്ങി. ജനലിന് പുറത്തേക്ക് നോക്കിയപ്പോൾ ബ്രസീലിൻ്റെ വിളക്കുകൾ പതുക്കെ പിന്നിലേക്ക് മാറി മാറി പോകുന്നത് കാണാമായിരുന്നു. ചില മണിക്കൂറുകൾക്ക് മുൻപ് വരെ ഞാൻ ആഫ്രിക്കയിലായിരുന്നു. ഇപ്പോൾ ഞാൻ ദക്ഷിണ അമേരിക്കയുടെ ആകാശത്ത് മറ്റൊരു രാജ്യത്തേക്കുള്ള യാത്രയിൽ. വിമാനം വീണ്ടും ശക്തിയായി പറന്നുയർന്നു. അടുത്ത ലക്ഷ്യം അർജന്റീനയിലെ ബ്യൂണസ് അയരീസ് ആണ്. അവിടെ നിന്നാണ് ഈ അന്റാർട്ടിക്ക സ്വപ്നയാത്രയുടെ അടുത്ത പ്രാധാന്യ അധ്യായം തുടങ്ങുന്നത്. രാത്രിയുടെ നിശബ്ദതയിൽ എല്ലാവരും ഉറക്കത്തിലേക്ക് വഴുതിപ്പോകുമ്പോൾ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. കാരണം ഓരോ കിലോമീറ്ററും എന്നെ ലോകത്തിൻ്റെ അറ്റത്തേക്ക് കൂടുതൽ അടുത്തു കൊണ്ടുപോവുകയാണ് എന്നൊരു ആവേശം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ബ്രസീലിൻ്റെ രാത്രി പിന്നിലാക്കി ഇനി ഞാൻ അർജന്റീനയിലേക്കാണ്. അന്റാർട്ടിക്കയിലേക്കുള്ള എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയുടെ ഹൃദയഭാഗത്തേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ബ്യൂണസ് അയരീസിൽ വിമാനം ഇറങ്ങിയ നിമിഷം തന്നെ ഒരു വിചിത്രമായ അനുഭവം തോന്നി. വർഷങ്ങളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന അന്റാർട്ടിക്ക സ്വപ്നം ഇനി വളരെ അടുത്തെത്തിയിരിക്കുന്നു. ഇവിടെ എനിക്ക് 6 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. നീണ്ട യാത്രയുടെ ക്ഷീണമുണ്ടെങ്കിലും മനസ്സിൽ ഒരു പുതിയ ആവേശമാണ്. കാരണം ഇനി ബാക്കിയുള്ളത് ഒരു അവസാന പറക്കൽ മാത്രം. രാവിലെ എൻ്റെ യാത്രയുടെ അവസാന വിമാനഘട്ടം തുടങ്ങും. ലക്ഷ്യം ഉഷുവായ, ലോകത്തിൻ്റെ ഏറ്റവും തെക്കൻ നഗരങ്ങളിൽ ഒന്ന്, അന്റാർട്ടിക്കയിലേക്കുള്ള കവാടം. എയർപോർട്ടിൻ്റെ ഒരു കോണിലിരുന്ന് കയ്യിൽ ഒരു ചൂട് കാപ്പിയുമായി ഞാനിരുന്ന് യാത്രയുടെ മുഴുവൻ ദൂരവും ഓർത്തുപോയി. കൊച്ചിയിൽ നിന്നും തുടങ്ങിയ ബോംബെ, എൻഡാബ, ആഡിസ് അബാബ, സാവോ പോളോ, ഇപ്പോൾ ബ്യൂണസ് അയരീസ്. ഓരോ നഗരവും, ഓരോ നിമിഷവും, ഓരോ കാത്തിരിപ്പും എന്നെ ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവന്നു. ഞാൻ ഏറെ നാളായി കാത്തിരുന്ന ആ നിമിഷം എത്തി. ബ്യൂണസ് അയരീസിൽ നിന്നും വിമാനം വീണ്ടും പറന്നുയർന്ന് ലക്ഷ്യം ഉഷുവായ. ജനലിന് പുറത്തേക്ക് നോക്കുമ്പോൾ ബ്യൂണസ് അയരീസിൻ്റെ വിളക്കുകൾ പതിയെ അപ്രത്യക്ഷമാകുന്നു. എൻ്റെ മനസ്സിൽ ഒന്ന് മാത്രം ചിന്ത, ഇതാണ് അന്റാർട്ടിക്കയിലേക്കുള്ള യാത്രയുടെ അവസാന വിമാനഘട്ടം. വർഷങ്ങളായി ഒരു സ്വപ്നം പോലെ ഉഷുവ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ടെർമിനലിലേക്ക് നടന്നു കയറുന്നതിന് മുൻപ് റൺവേക്കരിയിൽ പാർക്കിംഗ് ഏരിയയിൽ നിലനിൽക്കുന്ന കുറച്ച് ചെറിയ വിമാനങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവയിൽ കൂടുതലും ബോയിങ് 737 സീരിയൽ വിമാനങ്ങളായിരുന്നു. ലോകത്തിൻ്റെ അറ്റത്തുള്ള ഈ ചെറിയ വിമാനത്താവളത്തിൽ മഞ്ഞ് മലകളുടെയും തണുത്ത കാറ്റിൻ്റെയും നടുവിൽ ആ 737 വിമാനങ്ങൾ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. ചിലത് അടുത്ത യാത്രയ്ക്കായി തയ്യാറെടുക്കുകയാണ്, മറ്റു ചിലതുകൾ അവിടെ ഇപ്പോൾ വന്ന് ലാൻഡ് ചെയ്തതേ ഉള്ളൂ. അവയുടെ പിന്നിൽ അകലെ മൂടൽമഞ്ഞുള്ള മലകളും മുന്നിൽ മരത്തടികളാൽ നിർമ്മിച്ച ആ ചെറിയ ടെർമിനലും. ഈ കാഴ്ച ഒരു സാധാരണ എയർപോർട്ടിലുള്ള സീനായിരുന്നില്ല, മറിച്ച് ഒരു സിനിമയിലെ ദൃശ്യം പോലെ എനിക്ക് തോന്നി. വിമാനത്തിൽ നിന്ന് ഇറങ്ങിയ ഞാൻ ബ്രിഡ്ജിലൂടെ നടന്ന് ടെർമിനലിലേക്ക് പോയി. ആദ്യം പോകേണ്ടുന്നത് നമുക്ക് എമിഗ്രേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, കാരണം ഇത് ഡൊമസ്റ്റിക് എയർപോർട്ടാണ്. ബാഗേജ് കളക്ഷൻ ഏരിയയിലേക്കാണ് ഞാൻ ചെന്നത്. വിമാനത്തിൽ നിന്ന് ഇറങ്ങിയ നിമിഷം തന്നെ മറ്റേതെങ്കിലും നഗരത്തിലെ വിമാനത്താവളം പോലെ അല്ലെന്ന് തോന്നി. ചെറുതും ശാന്തവുമായ ആ വിമാനത്താവളം ലോകത്തിൻ്റെ അറ്റത്തുള്ള ഒരു വീട് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ബാഗേജ് കളക്ഷൻ ഏരിയയിൽ നിന്നും ഞാൻ എൻ്റെ ബാഗേജ് എടുത്തു. നീണ്ട വിമാനയാത്രയുടെ ക്ഷീണമുണ്ടായിരുന്നു എങ്കിലും
ആ ബാഗ് എൻ്റെ കയ്യിൽ എടുത്ത നിമിഷം തന്നെ മനസ്സിൽ ഒരു പ്രത്യേക സന്തോഷം നിറഞ്ഞു. കാരണം ഈ ബാഗ് ഇനി ഒരു സാധാരണ യാത്രയുടെ ഭാഗമല്ല, ലോകത്തിൻ്റെ അറ്റത്തേക്കുള്ള എൻ്റെ സ്വപ്നയാത്രയുടെ കൂട്ടുകാരനാണ്. എയർപോർട്ടിന് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ എല്ലായിടത്തും തടി കൊണ്ടുള്ള നിർമ്മാണം, വലിയ മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച മേൽക്കൂര, ചുവരുകൾ, ജനകൾക്കരിയിലെ ഇരിപ്പിടങ്ങൾ എല്ലാം കൂടി ഒരു ചൂട് സുഖമുള്ള അനുഭവം. പുറത്തേക്ക് മഞ്ഞുകാറ്റും തണുപ്പുമായിരുന്നെങ്കിലും അകത്ത് ഒരു ചെറിയ മലനാട് ലോഡ്ജിൽ കയറിയതുപോലെ തോന്നി എനിക്ക് ഏറ്റവും അധികം അത്ഭുതം തോന്നിയത് എത്ര ചെറുതായിട്ടും എത്ര മനോഹരമായി ഈ വിമാനത്താവളം ഒരുക്കിയിരിക്കുന്നു എന്നതാണ്. ഇത് ഒരു എയർപോർട്ട് അല്ല, അന്റാർട്ടിക്കയിലേക്കുള്ള സ്വപ്നത്തിൻ്റെ ആദ്യ വാതിൽപ്പടികൾ. എയർപോർട്ടിൽ നിന്ന് ഞാൻ ഒരു യൂബർ ടാക്സി ബുക്ക് ചെയ്തു. അലി എന്നായിരുന്നു ആ ഡ്രൈവറുടെ പേര്. തികച്ചും സൗമ്യനായ ഒരാൾ. ഉഷുവായിലെ മനോഹരമായ രാജവീഥികളിലൂടെ അലിയുടെ ടാക്സി നീങ്ങുമ്പോൾ എൻ്റെ ഉള്ളിൽ ആകാംക്ഷ വർദ്ധിക്കുകയായിരുന്നു. കാരണം ഓരോ വളവിലും കാണുന്ന കാഴ്ചകൾ അത്രമേൽ മനോഹരമായിരുന്നു. മഞ്ഞുമൂടിയ പർവ്വതങ്ങളും വർണ്ണാഭമായ ചെറിയ ചെറിയ വീടുകളും അങ്ങിങ്ങും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എയർപോർട്ടിൽ നിന്നും അലിയുടെ ടാക്സി മെയിൻ റോഡിലേക്ക് കടക്കുമ്പോൾ ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് വിമാനത്താവളത്തിന് ചുറ്റുമുള്ള വിശാലമായ മഞ്ഞുമൂടിയ മലനിരകളാണ്. ഉഷുവായ എയർപോർട്ട് തന്നെ ഒരു ഉപദ്വീപ് പോലെ കടലിനാൽ ചുറ്റപ്പെട്ട് ഒന്നായതുകൊണ്ട് ഇരുവശത്തും ജലാശയങ്ങളും അതിനു പിന്നിലായി ആൻഡ്രീസ് പർവ്വതനിരകളുടെ ഭാഗമായ മാർഷ്യൽ പീക്കുകളും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ മലനിരകളുടെ മുകളിൽ എപ്പോഴും മഞ്ഞ് പുതച്ച് കിടക്കുന്നത് ഒരു സ്വർഗീയ പ്രതീതിയാണ് നൽകുന്നത് നമുക്ക്. അലിയുടെ ടാക്സി ഉഷുവ നഗരത്തിലേക്ക് അടുക്കും തോറും അവനീഡോ, പെരിറ്റോ മെറാനോ പോലെയുള്ള തീരദേശ പാതകളിലൂടെയായിരിക്കും യാത്ര ചെയ്യുന്നത്. ഇവിടെ റോഡിൻ്റെ ഒരു വശത്ത് ബീഗൾ ചാനലിലെ നീല നിറമുള്ള തെളിഞ്ഞ വെള്ളം കാണാം. ഈ പാതയിൽ അങ്ങിങ്ങായി ചെറിയ കപ്പലുകളും ബോട്ടുകളും നങ്കൂരമിട്ടിരിക്കുന്നത് കാണാനും സാധിക്കുന്നുണ്ട്. കടൽക്കാക്കകളും മറ്റു പക്ഷികളും ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നത് ഈ യാത്രയുടെ ഒരു കടൽത്തീര ഗ്രാമത്തിൻ്റെ ഭംഗിയാണ് നൽകുന്നത്. എയർപോർട്ടിൻ്റെ പരിധി കഴിഞ്ഞ് ടൗണിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്ന ആ ചെറിയ ജംഗ്ഷനുകൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. 10-20 കടകൾ മാത്രമുള്ള ചെറിയ കവലകൾ, മരം കൊണ്ട് നിർമ്മിച്ച കഫേകൾ, വിൻറ്റേജ് സ്റ്റൈലിലുള്ള ചെറിയ ഗ്രോസറി ഷോപ്പുകൾ, പർവ്വതാരോഹണത്തിനുള്ള സാധനങ്ങൾ വിളിക്കുന്ന ഔട്ട്ലെറ്റുകൾ എന്നിവ അവിടെ കാണാൻ സാധിച്ചു. ആധുനിക നഗരത്തിലെ തിരക്കില്ലാത്ത എന്നാൽ വളരെ സജീവമായ ഒരു പ്രാദേശിക സംസ്കാരം ആ കടകളിൽ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. അലിയോട് ഞാൻ കുശലാന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഈ പ്രദേശത്തെ പല പല വിവരങ്ങളും എന്നോട് പറഞ്ഞു, വിശേഷങ്ങളും ഒക്കെ എന്നോട് പറഞ്ഞു വിവരിക്കുന്നുണ്ടായിരുന്നു. അലിയുടെ വിവരണത്തിൽ നിന്നും അന്റാർട്ടിക്കയിലേക്കുള്ള കവാടമാണ് ഉഷുവായ എന്ന് അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് അപ്പോഴെനിക്ക് ബോധ്യപ്പെട്ടു. ഈ യാത്രയ്ക്കിടയിൽ ചിലയിടങ്ങളിൽ പെട്ടെന്ന് ജനവാസമില്ലാത്ത ഭാഗങ്ങളും കടന്നു പോകുന്നുണ്ട്. ഒരു വശത്ത് പർവ്വത നിരകളും മറുവശത്ത് കടൽ തീരവും ചേരുന്ന ഈ വിജനമായ സ്ഥലങ്ങളിൽ ഉയരം കുറഞ്ഞ പുൽമേടുകളും കാറ്റിൽ ചരിഞ്ഞെടുക്കുന്ന ചെറിയ മരങ്ങളും കാണാൻ സാധിച്ചു. മനുഷ്യവാസം വളരെ കുറഞ്ഞ ഈ ഭാഗങ്ങളിൽ ഉഷുവായുടെ വന്യമായ സൗന്ദര്യത്തെയും നമ്മൾ ലോകത്തിൻ്റെ അറ്റത്താണെന്ന തോന്നലിനെയും ഊട്ടി ഉറപ്പിച്ചു തന്നു. ഒരു ട്രാഫിക് സിഗ്നൽ കണ്ട കാഴ്ചയാണ് അത്. ഒരു പാവപ്പെട്ട അർജന്റീനക്കാരനാണെന്നും അത് അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗമാണെന്നും എൻ്റെ ഡ്രൈവർ അലി എന്നോട് വിശദീകരിച്ചു തന്നു. കുറച്ചുകൂടി ഞാൻ മുന്നോട്ട് കടന്നപ്പോൾ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ഹാർബർ പ്രദേശം ദൃശ്യമാകുന്നു. ദൂരെ നിന്ന് തന്നെ അന്റാർട്ടിക്കയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന വലിയ ലക്ഷറി ഷിപ്പുകളും അതുപോലെ തന്നെ ചെറിയ എക്സ്പെഡീഷൻ കപ്പലുകളും മുൻഭാഗവും പിൻഭാഗവും കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ലോകത്തിൻ്റെ അറ്റത്തുള്ള ആ കൊച്ചു നഗരത്തിൽ ഒരു കടൽത്തീര ഗ്രാമത്തിൻ്റെ ശാന്തതയുള്ള ആ അന്റാർട്ടിക്ക ഹോസ്റ്റലിൽ ഞാൻ ഇന്ന് രാത്രി ചെലവഴിക്കുകയാണ്. പുറത്ത് തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുന്നു. വിമാനത്താവളത്തിൽ നിന്ന് ഇങ്ങോട്ടുള്ള യാത്രയിൽ ഞാൻ കണ്ട ആ കപ്പലിൽ ഒന്നിൽ എൻ്റെ കൺമുമ്പിൽ എപ്പോഴും ഉണ്ട്. വർഷങ്ങളായി കണ്ട സ്വപ്നം നാളെ യാഥാർത്ഥ്യമാകുകയാണ്. ആ കപ്പലുകളിൽ ഒന്നിൽ കയറി ഞാൻ ആ വെള്ള ഭൂഖണ്ഡത്തിലേക്ക് തിരിക്കും. കടലിൻ്റെയും മഞ്ഞിൻ്റെയും ഏകാന്തതയിലേക്ക്, പെൻഗ്വിനുകളുടെയും ഭീമൻ മഞ്ഞുമലകളുടെയും ലോകത്തേക്ക്. നാളെ നേരം പുലരുന്നത് ഒരു പുതിയ ചരിത്രത്തിലേക്കായിരിക്കും. ആവേശകരമായ ആ കപ്പൽ യാത്രയുടെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.